ഈ ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ഫിലിം കഴിഞ്ഞപ്പോൾ മൊത്തമായിട്ട് കഴിഞ്ഞപ്പോൾ കേട്ടോ, ഇതിലെ അഭിനയിച്ച ആൾക്കാർക്കാണോ അതോ ഡയറക്ടറിനാണോ അതോ മേക്കപ്പ് മാൻ ആണോ കൂടുതൽ സന്തോഷം വന്നിരിക്കുന്നത്? ആർക്കാണ് കൂടുതൽ സന്തോഷം സിനിമ കഴിഞ്ഞപ്പം? പ്രൊഡ്യൂസർക്കാണോ? ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമമായിരുന്നു. അപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ആർക്കും സന്തോഷമൊന്നും ഉണ്ടായിരുന്നു തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ എല്ലാവരും സന്തോഷത്തിലാണ്. ക്ലാപ്പ് പഠിക്കുന്ന ചേട്ടൻ തൊട്ട് രാജീവ് അങ്കിൾ വരെ എല്ലാവരും സന്തോഷത്തിലാണ്. ഈ സിനിമയെ പറ്റി നമ്മൾ വളരെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഞങ്ങളൊക്കെ സ്നേഹത്തോട് വിളിക്കുന്ന രാമുവേട്ടൻ എന്ന് പറയുന്ന രാജീവ് രവിയാണ്. രാജീവ് രവിയുടെ ഒരു പ്രൊഫൈൽ നിങ്ങളുടെ മുമ്പിൽ പറയണം എന്നെനിക്ക് തോന്നുന്നില്ല. ഇന്ത്യയിലെ മികച്ച 10 ക്യാമറാന്മാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ രാജീവ് രവിയുടെ പേരുണ്ടാവും. അദ്ദേഹം മഹാരാജാസ് കോളേജിലെ മുൻ കോളേജ് യൂണിയൻ ചെയർമാനാണ്. നമ്മളെപ്പോലെ സാധാരണക്കാരനായി വളർന്നു വന്ന് മലയാള സിനിമ ഇൻഡസ്ട്രിയിലും ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിലുമൊക്കെ തന്നെ വ്യക്തമായ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹം ഒരു സിനിമയിൽ വാങ്ങുന്ന റെമ്യൂണറേഷൻ്റെ ഒരു പക്ഷേ 25% പോലും സ്പെൻഡ് ചെയ്യാതെ ചിത്രീകരിച്ച പണമല്ല, സിനിമയിലെ ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് ടാലൻ്റാണ് എന്ന് പ്രൂവ് ചെയ്ത ഒരു സിനിമ കൂടിയാണ് നമ്മളുടെ ഈ സിനിമ. അതിന് നമ്മൾ ഒരു ബിഗ് എന്നാൽ ഈ സിനിമയിൽ അസോസിയേറ്റ് ചെയ്ത ടെക്നീഷ്യൻസ് ആയാലും ആക്ട് ചെയ്ത ആൾക്കാരായാലും ഒക്കെ തന്നെ സിനിമയിൽ നല്ല പ്രൊഫൈലുള്ള ആൾക്കാർ തന്നെയാണ്. ഇത്തരത്തിലൊരു സിനിമ ഒരു പക്ഷേ പലർക്കും സ്വപ്നം കാണാൻ പോലും കഴിയാത്തൊരു സിനിമയാണ്. ഇപ്പോൾ ഫർഹാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മൂവ്മെൻ്റാണ് ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമ എന്ന് കേട്ടപ്പോൾ, ആ കോൺസെപ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ സിനിമ റിലീസായി കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഫ്രം ദ ഫസ്റ്റ് ടിൽ പോയിന്റ്, എന്താണ് നിങ്ങളുടെ ഒരു ഫീൽ? എന്താണ്? ആക്ച്വലി ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഐ കുഡൻറ്റ് ഹാവ് ആസ്ക്ഡ് ഫോർ എ ബെറ്റർ ഡെബ്യൂ. ഇതിനേക്കാളും നല്ലൊരു സിനിമ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ലായിരുന്നു. പിന്നെ ബഡ്ജറ്റ് വൈസ് പറയുകയാണെങ്കിൽ ഞാൻ ഫിലിം ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് ഞാൻ വാപ്പാൻ്റെ കൂടെ സെറ്റിൽ പോകാറുണ്ടായിരുന്നു, ഫഹദിൻ്റെ കൂടെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സെറ്റിലൊക്കെ പോകുമ്പോൾ ഒരു മാസീവ് സെറ്റായിരിക്കും, ഒരു 100-400 ആൾക്കാർ കാണും. ഈ രാജീവേട്ടൻ്റെ സെറ്റിൽ പോയപ്പം എന്നെ ഉൾപ്പെടെ ഒരു 20 പേര് കാണും. ഈ ഫുൾ ഷൂട്ട് ചെയ്യാനായിട്ടൊരു 20 പേര് കാണും. കാരണം എന്ന് പറഞ്ഞാൽ അത് ആക്ച്വലി അതിൻ്റെ അത് വർക്ക് ചെയ്യുന്നവർ എല്ലാം അതിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. രാജീവേട്ടൻ പ്രൊഡ്യൂസറാണ്, ക്യാമറയിൽ നിന്ന് പപ്പുച്ചേട്ടൻ പ്രൊഡ്യൂസറാണ്, മ്യൂസിക് ഡയറക്ടർ പ്രൊഡ്യൂസറാണ്, എല്ലാവരും പ്രൊഡ്യൂസേഴ്സാണ്. ചിലപ്പോൾ പപ്പുച്ചേട്ടൻ ക്യാമറ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാജീവേട്ടനായിരിക്കും തെർമോകോളൊക്കെ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഈഗോ ക്ലാഷോ ഒന്നുമില്ല. കളക്റ്റീവ് ഫേസ് 1 എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് FTI പൂനെയിലെ ഇവരെല്ലാവരും ഒന്നിച്ച് പഠിച്ചത്, അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഗ്രൂപ്പാണിത്. ഇത് വലിയൊരു പോസിറ്റീവ് മൊമെൻ്റ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം നല്ലൊരു ടീം, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ പടം പ്രൊഡ്യൂസ് ചെയ്ത് ഒരു സ്ട്രോങ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ അവർക്ക് തന്നെ അത് തിയേറ്ററിൽ എത്തിക്കാം. ഒരു ഓപ്പണാണ്, ഇപ്പം മലയാളം സിനിമ ഓപ്പണാണ്, എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. ഇപ്പം ആർക്ക് വേണമെങ്കിലും അഭിനയിക്കാൻ ചാൻസ് ഉണ്ട്, ഡയറക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു നല്ല ടീമിൻ്റെ ആവശ്യമുള്ളൂ ഇപ്പം മലയാളം സിനിമയിൽ. ഓക്കെ, ഈ സിനിമ തരുന്ന ഒരു അഡ്വൈസ്, മെസ്സേജ്, അതൊക്കെ അതാണ് അല്ലേ? കോയിന്നും കൂടി ചേട്ടാ ഒന്നിങ്ങി വരൂ. ഈശ്വര, എന്നെ ഇങ്ങനെ അടുത്ത് വരുത്തരുത് കേട്ടോ. എങ്ങനെയാ, ഞാൻ ഗ്ലാമറാണോ? ഞാനോ അതോ താനോ? ചേട്ടൻ എപ്പോഴേ ഗ്ലാമറാന്ന് എനിക്കറിയാലോ. സന്തോഷമായി. സുന്ദരനാണ് താൻ. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഇന്ന് അഹനയോടാണ്. അഹാന, അഹന എങ്ങനെ, ഞാൻ സുന്ദരനാണോ? അതെ. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 2nd ഇയർ ഡീപോൾ കോളേജിൽ. അപ്പോൾ ഏതൊക്കെയായാലും പാസ് ഔട്ടാവും. പാസ് ഔട്ടായി കഴിഞ്ഞാൽ എവിടെയെങ്കിലും പ്രൊഫഷണൽ വർക്ക് ഞാൻ കയറും. അപ്പോൾ എങ്ങനെ, വീട്ടിൽ വന്ന് ചോദിച്ചാൽ അച്ഛൻ സമ്മതിക്കുമോ? കുഴപ്പമില്ല, പടത്തിനൊക്കെ ഇപ്പോൾ അഭിനയിച്ചല്ലോ, ഞങ്ങളെല്ലാം എവിടെ കണ്ടു. ഹിന്ദു ആണോ? ഞാൻ ഹിന്ദുവാണ്. അപ്പൊ ഒരു 7-8 വർഷം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ചോദിച്ചു നോക്ക്. 7-8 വർഷം കഴിഞ്ഞാൽ ഓക്കെ ആണോ എല്ലാവരും? ഇപ്പോൾ ഉള്ളത് 7-8 വർഷം കഴിയുമ്പോൾ ഇട്ടിട്ട് പോകും. അപ്പോൾ പുതിയത് മനസ്സിലായില്ല. ഇപ്പോൾ ചോദ്യം എന്ന് വെച്ചാൽ,
താങ്കളുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയായിരുന്നു ചോദിച്ചത് ഇത്ര നേരം. ഇത് പ്രപ്പോസൽ അല്ലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞ് പുള്ളി വന്നൊരു ഫോട്ടോ എടുത്തായിട്ട് എടുത്തോളൂ, ഡിഗ്രി കഴിഞ്ഞോ ഇപ്പൊ എപ്പോഴാണെങ്കിലും എടുത്തോളൂ. ഇപ്പൊ ഓക്കെ ആയി അല്ലേ? ഓക്കെ ആയി അല്ലേ? ഇത്ര ഫാൻ ക്ലബ് ഉണ്ടോ ഇവിടെ? എൻ്റെ ക്വസ്റ്റ്യൻ ഫഹാനോടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഒരുപാട് പേര് ആക്ടർ ആവണം, ആക്ട്രസ് ആവണം എന്ന് സ്വപ്നം കാണുന്നവരുണ്ട്. ഒരു സ്ഥലത്ത് വെച്ച് ഫർഹാൻ ഒരു ഗുഡ് ലുക്കിംഗ്, കാണാൻ കൊള്ളാവുന്ന ഒരു പെങ്കൊച്ചിനെ കാണുവാണ്. ഓക്കെ, സോ ആ കുട്ടിയെ ചോദിക്കുകയാണ്, ഒരു റിക്വസ്റ്റ് ചെയ്യാണ്, എന്നെ അടുത്ത ഫിലിമിലെ ഹീറോയിൻ ആക്കണം എന്ന്. ഓക്കെ, ഓൾമോസ്റ്റ് ശരിക്കും റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പോൾ മേഴ്സി കാണിച്ച് ആ കുട്ടീനെ ഫിലിമിലെ ഹീറോയിൻ ആക്കുമോ അതോ തിരിഞ്ഞു പോകുമോ, നടന്നു പോകുമോ, എന്താണ് ചെയ്യുക? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആ കുട്ടി നിങ്ങളാണോ? കുട്ടി നിങ്ങളാണോ? ഞാനാണ്. എന്താ താങ്കളുടെ പേരെന്താ? എൻ്റെ ഒരു കരിഷ്മ. കരിഷ്മ. കരിഷ്മയ്ക്ക് സിനിമയിൽ അഭിനയിക്കണോ? യെസ്, കുഴപ്പമില്ല. കരിഷ്മയെ വഴിയിൽ വെച്ച് ഫർഹാൻ കണ്ട് കരിഷ്മ സിനിമയിൽ അഭിനയിക്കണം എന്ന് ചോദിച്ചാൽ കരിഷ്മയെ ഫർഹാൻ സിനിമയിൽ അഭിനയിപ്പിക്കുമോ എന്നാണ് ചോദ്യം. താങ്ക്സ് ഫോർ ഹെൽപ്പിംഗ് മീ. അഭിനയിപ്പിക്കോ? കരിഷ്മേൻ്റെ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല. അഭിനയിപ്പിക്കുന്ന വെച്ചാൽ ഡയറക്ടറിന്റെ കയ്യിലാണ്. ഞാൻ സജസ്റ്റ് ചെയ്യുമായിരിക്കും, ഇങ്ങനത്തെ ഒരു കുട്ടിയുണ്ട്, ഓഡിഷൻ കൊടുത്ത് നോക്കുന്നു, സജസ്റ്റ് ചെയ്യും. ഒരു കാര്യം ചെയ്തോളൂ, ഫർഹാന് നമ്പർ കൊടുത്തോളൂ, ഫർഹാൻ സജസ്റ്റ്. നമ്പർ പ്ലീസ്. സോ ഒരു ഫിലിമിൽ ഹീറോയിനെ എടുക്കുന്നതിൽ ഹീറോയിന് ഒരു റോളും ഇല്ല, ഉണ്ടോ? ഫസ്റ്റ് ഹാൻഡ് ഡയറക്ടറിന്റെ തന്നെയാണ്. സോ സജസ്റ്റ് ചെയ്യും, ആരെയും സജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇഫ് ഫർഹാനിന് തോന്നുവാണ് ഓക്കെ ഷീസ് ടാലന്റഡ്, ഓക്കെ ആണ്, ആപ്റ്റ് ആണ് റോളിന് തോന്നിയാൽ സജസ്റ്റ് ചെയ്യാതെ ശരിക്കും? ഓഫ് കോഴ്സ് ഞാൻ സജസ്റ്റ് ചെയ്യും. ഞാൻ കമ്പൽ ചെയ്യില്ല. കമ്പൽ ഡയറക്ടറിനെ ഇങ്ങനെ അറിയിക്കും, ഇങ്ങനത്തെ ഒരു കുട്ടിയുണ്ട്, പിന്നെ ഡയറക്ടറിന്റെ ഇഷ്ടം പോലെ. ഓക്കെ, താങ്ക് യു, ദാറ്റ്സ് ഓൾ. ഓക്കെ.